അഭിനന്ദിയ തിരുമേനി, ബഹുമാനായ പ്രിൻസിപ്പലച്ചൻ, ബഹുമാനായ CC പെരിയാരച്ചൻ, മനയിലച്ചൻ, ജോബിലച്ചൻ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നെങ്കിലും ഞങ്ങളുടെ ഗുരുനാഥനായ, ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനായ അഭിനന്ദിയ ഉസ്താദ് തിരുമേനിയെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് സംഭവിച്ചത്. ഞാൻ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഒരു പ്രിപ്പറേഷനും വായനയും ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തിരുമേനി അതിനുള്ള തുടക്കം കുറിച്ചു. ഉസ്താദ് തിരുമേനിയെ കണ്ടിട്ടില്ലാത്തവരിവിടെ ഉണ്ടോ? ഈ കൂടെ കൈവക്കാമോ? കണ്ടിട്ടില്ല. അത് ഉള്ളത് പറഞ്ഞ് കുഴപ്പമില്ല. ഞാനത് നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്കിടുകയല്ല, ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതെ, തിരുമേനിയെ കണ്ടിട്ടില്ലാത്ത വിദ്യാർത്ഥികളുമുണ്ട്. ഓരോ ശ്രീകോറിയോസിനെ കണ്ടിട്ടില്ലാത്ത ആരും മിക്കവാറും പേരെ കണ്ടിട്ടില്ലാത്തവരായിരിക്കും. ഡൽഹിക്കാരും കണ്ടു കാണുകയില്ല. എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ശ്രീകോറിയോസിനെ എന്ന് പറയുന്ന ഓരോ ശ്രീകോറിയോസിനെയാണ് മീൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, 2-3 തലമുറകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഡൽഹി ഭദ്രാസനത്തിൻ്റെ മുൻ അധ്യക്ഷനായിരുന്ന ഓരോസ്മാൻ ഗ്രിഗോറിയോസ് നിരുടെ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ഗീവർഗീസ് മാർ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ ആൾ മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇനി അടുത്ത ബാച്ചിലായിരിക്കും ഒരു പക്ഷേ ഉസ്താദ് പേരുള്ള കൂടി വിചാരിക്കുന്നു. അതൊരു ഞാൻ ഈ അഭിനന്ദിയ ഉസ്താദ് തിരുമേനിയെ കാണുന്നത് ഒരുപക്ഷെ 5 വയസ്സുള്ളപ്പോഴാണ്. എൻ്റെ പ്രായത്തിലുള്ള മലങ്കര സഭയിലുള്ള പല ആളുകളും ആ പ്രായത്തിൽ തിരുമേനിയെ കണ്ടു കാണും. MV ജോർജച്ചനായിട്ടും ഷമ്മാശനായിട്ടും. കാരണം അദ്ദേഹം മലങ്കര സഭ മുഴുവൻ പള്ളികളിലെല്ലാം കൺവെൻഷൻ പ്രസംഗത്തിന് പൂർവമായിരുന്നു. ഉജ്ജ്വലമായ പ്രസംഗം, ആളുകളെ ഇളക്കിമറിക്കുന്ന പ്രസംഗം, വൈകാരിക തീവ്രതയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവചന ശബ്ദം, ഇതെല്ലാം അറിയാവുന്ന പല തലമുറകൾ നമ്മുടെ സഭയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അതൊരു പക്ഷേ ഒന്നും മനസ്സിലായിട്ടില്ല. അത് അമ്മമാരുടെ മടിയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പാതി ഉറക്കത്തിൽ തിരുമേനിയുടെ പ്രസംഗം കൊണ്ട് ഏറ്റു പറയുമായിരുന്നു. അത് മൈക്കുണ്ടായിരുന്നത് എനിക്ക് നല്ല ഓർമ്മയില്ല. ആ സമയത്ത് ഏറ്റു പറയുക എന്നുള്ളത് ഒരു രീതിയായിരുന്നു. അത് കൂടുതൽ ആളുകൾ കേൾക്കുന്നതിന് വേണ്ടി, മനസ്സുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിരുമേനിയെ അതിനുശേഷം തുടരെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. നഴ്സിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഗേറ്റ് ഹോളിൽ വന്ന് തിരുമേനി ടുവേർഡ്സ് എ ന്യൂ ഹ്യൂമാനിറ്റി എന്നുള്ള വിഷയത്തെക്കുറിച്ച് 4-5 ദിവസങ്ങൾ പ്രസംഗിച്ചു. അതൊരു ചെറിയ പുസ്തകമാക്കി തിരുമേനി അച്ചടിക്കുകയും ചെയ്തു. ആ പുസ്തകം ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ന്യൂ ഹ്യൂമാനിറ്റി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തിരുമേനി അന്ന് ഞാൻ വലിയ സെമിനാരിൽ പോകണമെന്നൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത ആളായിരുന്നു. തിരുമേനിയോടുള്ള സ്നേഹം കൊണ്ടാണ് അത് ഉൾക്കൊണ്ടിരുന്നത്. ധാരാളം കുട്ടികൾ വരുമായിരുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അല്ലാത്തവരും അത് കേൾക്കാൻ വരുമായിരുന്നു. തിരുമേനി അത് കഴിഞ്ഞ് ഒരു ടെസ്റ്റ് ഇട്ടു. ഇതിന് ഒരു എസ്സേ എഴുതി കൊടുക്കുന്നവർക്ക് നല്ല എസ്സേക്ക് സമ്മാനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. സമ്മാനം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ ആണെന്ന് തോന്നുന്നില്ല. ഏതായാലും തിരുമേനിയോടുള്ള സ്നേഹം കൊണ്ടും തിരുമേനിയുടെ വാക്കുകളുടെ ശക്തി കൊണ്ടും ഭാവിയെക്കുറിച്ചുള്ള തിരുമേനിയുടെ സങ്കല്പത്തിൻ്റെ തീക്ഷ്ണത കൊണ്ടും ആയിരിക്കാം ഞങ്ങൾ പലരും ലേഖനങ്ങൾ എഴുതി എസ്സേസിൽ എനിക്ക് അതിൻ്റെ 1ാം സമ്മാനം കിട്ടിയെന്നുള്ളതും യാദൃശ്യമായിരിക്കാം. പക്ഷേ അതിനെ തിരുമേനിയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നതിന് ഇടയായി. പിന്നെ ഞാൻ പല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട് തിരുമേനിയുടെ ആശയങ്ങളെക്കുറിച്ചും. തിരുമേനി ഞാൻ ഇടദിവസങ്ങളിൽ ചിലപ്പോൾ സീമസ് കോളേജിൻ്റെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. ആ സമയത്ത് ഇവിടെ വരുമായിരുന്നു തിരുമേനിയെ കാണാൻ മാത്രം. നെമ്മീജോറച്ചൻ ഈ പഴയ സെമിനാരിയുടെ തെക്കേ വിങ്ങിലെ ഒരു മുറിയിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ തിരുമേനി എനിക്ക്
പല ചോദ്യങ്ങളുണ്ട്. വേദശാസ്ത്രപരമായ ചോദ്യങ്ങളൊന്നുമല്ല. എൻ്റെ വൈകാരികമായ ജീവിതത്തെ സംബന്ധിച്ചും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുമൊക്കെയുള്ള പൊതുവായ ചോദ്യങ്ങളാണ്. തിരുമേനിയെ ചെല്ലുമ്പോൾ എടുത്തു തരുന്ന പുസ്തകങ്ങൾ ബാർത്തിൻ്റെ പുസ്തകം എടുത്തു വന്നിരിക്കുന്നു. കാൾ ബാർത്ത് നമ്മുടെ പ്രശസ്തനായ വേദപണ്ഡിതനാണ്. അതുപോലെ പോൾ ടിക്കിൻ്റെ പുസ്തകം എടുത്തു വന്നു. ഇതൊക്കെ നീ വായിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. എനിക്കത് വായിച്ചുകൊണ്ട് യാതൊരു പിടിയും കിട്ടിയില്ല. അവരുടെ എന്താ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അടുത്തയാഴ്ച പുസ്തകം തിരിച്ചു കൊടുക്കും. അന്ന് തന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു സംഗതി, ഇതിന് ഈ അമേരിക്കയിൽ വരുന്നവരൊക്കെ വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സിസിലിംഗ് ടാബ്ലറ്റ് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഒരു എൻ്റെ രുചിയുണ്ട്, അത് ഡയബറ്റീസ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് എന്നാൽ ഉടനെ ഇതിനുവേണ്ടി കുഞ്ഞിനൊരു ഗ്ലാസ് എടുത്ത് ഒരു വെള്ളം എടുത്തിട്ട് ഗ്ലാസ്സിലിട്ട് ഇതിങ്ങനെ ചെയ്തു തരും. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി കൂടിയാണ് വരുന്നത്. തിരുമേനിയുടെ സ്നേഹം അതിലൂടെ വരും. മാത്രമല്ല തിരുമേനിയുടെ ഈ പ്രവാചക വീര്യം അതിലിങ്ങനെ നിറഞ്ഞ് ഉന്തും. പ്രവാചകൻ എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലോ അല്ലേ, ബബ്ലിംഗ് ഫോർത്ത് എന്നുള്ള അർത്ഥം. ഉള്ളിൽ നിന്ന് ദൈവവചനം നിറഞ്ഞു പൊന്തുകയാണ്, എന്നിട്ട് അത് കവിഞ്ഞ് ഒഴുകും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാനന്നങ്ങനെ ബന്ധപ്പെടുത്തി ചിന്തിച്ചില്ല എങ്കിലും പുറകോട്ട് നോക്കുമ്പോൾ ഞാൻ അതാ കാണുന്നു. ഒരു പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഒരു പാത്രം വെള്ളം വാങ്ങി കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇങ്ങനെ നിര പൊന്തും കുമിളകൾ ഉയരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, അന്ന് ചെറുപ്പക്കാരെ എല്ലാം സ്വാധീനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മുടെ അന്തരിച്ചു പോയ ബഹുമാനപ്പെട്ട ഓത്തോമസിനൊക്കെ എപ്പോഴും അതെടുത്ത് പറയുമായിരുന്നു. മാവേലിക്കര ഗോസ്പൽ കോളെന്ന് ആദ്യകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെയാണ് സെൻറ്റ് പോൾസ് മിഷൻ സെൻ്ററായിട്ട് മാറിയത്. അപ്പോൾ ഞാനൊക്കെ സെമിനാരിൽ പഠിക്കുമ്പോൾ തന്നെ അവിടെ കൊണ്ടുപോകുമായിരുന്നു. ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട്, അവധിക്കാലത്ത് ക്ലാസ് എടുക്കാനായിട്ട് പോകും. അവിടുത്തെ തിരുമേനി വളരെ നന്നായിട്ട് സൽക്കരിക്കും. നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം തരികയൊക്കെ ചെയ്യും. ഈ നല്ല ഓർമ്മകൾ ധാരാളമുണ്ട്. മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യൻ, അതേസമയം തന്നെ ഈ സമൂഹത്തിലെ തിന്മകൾക്കെതിരായിട്ട് അതിശക്തമായിട്ട് പ്രതികരിക്കുന്നവരാണ്. നിങ്ങൾ ഈ മലങ്കര സഭയിൽ സാമൂഹ്യ നീതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ആളാരാണ് എന്ന് നിങ്ങളുടെ ഒരു ചെറിയ ഗവേഷണം നടത്തിയാൽ മനസ്സിലാകും. അത് ഗീവറീസ് മാർ സ്റ്റാൻസിസ് തിരുമേനിയാണ്. പലരും നീതിയെക്കുറിച്ച് പല തലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ തിരുമേനി ഇൻ്റർനാഷണൽ ജസ്റ്റിസിനെ കുറിച്ച് ധാരാളം പറയുന്നയാളായിരുന്നു. എങ്കിലും നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മൾക്കിടയിൽ സാമൂഹ്യ നീതി എന്നുള്ള ആശയം അതിശക്തമായിട്ട് പറഞ്ഞിരുന്ന ഒരാൾ ഒസ്റ്റാത്ത് തിരുമേനിയായിരുന്നു. വേറെ ആരുടെയും പേരെൻ്റെ മനസ്സിൽ അക്കാര്യത്തിൽ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ തിരുമേനി മനുഷ്യസ്നേഹവും നല്ല ബന്ധങ്ങളും എല്ലാം കൊണ്ട് ഈ നമ്മുടെ ചുറ്റുപാടുകളെ പ്രകാശിപ്പിച്ച ഒരാളായിരുന്നു. പ്രകാശിപ്പിച്ച എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനം എനിക്ക് തോന്നുന്നത് ത്വരിപ്പിച്ച, വിജൃംഭിപ്പിച്ച ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുതരം വൈബ്രേഷൻ ഉണ്ടാക്കി തിരുമേനി. ഒരു വൈബ്രന്റ് പേഴ്സണാലിറ്റി ആയിരുന്നു. തിരുമേനിയുടെ നടപ്പിനെക്കുറിച്ച് ഇവിടെ തിരുമേനി സൂചിപ്പിച്ചല്ലോ. ചിലപ്പോൾ വളരെ വേഗത്തിലാണ് അദ്ദേഹം ഇപ്പോഴും നടക്കുന്നത്. ഞാൻ അദ്ദേഹം കാലം ചെയ്തതിന് മുൻപ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഭാവിയിലേക്ക് ഓടിക്കയറുന്ന മനുഷ്യനെന്നാണ് ടൈറ്റിൽ കൊടുത്തത്. നമ്മളൊക്കെ കാലം നമ്മളെ ഭാവിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുക, കാലം കൊണ്ടുപോവുകയാണ്. തിരുമേനി എങ്ങനെയുണ്ട്? തിരുമേനി കാലത്തെ മറികടന്നിട്ട് ഭാവിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരാളിനെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മലങ്കര സഭയ്ക്ക് കിട്ടിയ വലിയൊരു വരദാനമായിരുന്നു. പക്ഷേ നിങ്ങളറിയണം, മറുവശത്ത് ഒത്തിരിയേറെ ശത്രുക്കളുണ്ടായിരുന്നു തിരുമേനിക്ക്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ വിമർശകർ. ഈ തിരുമേനിയുടെ തിയോളജിയും തിരുമേനിയുടെ ഈ ആവേശവും എല്ലാം വിമർശന ബുദ്ധിയ നോക്കുന്ന ആളുകൾ നമ്മുടെ ഈ സഭയിലുണ്ടായിരുന്നു. അത് മുകളിൽ താഴെ വരെ ഉണ്ടായിരുന്നു ആളുകൾ. പക്ഷേ അതിനെല്ലാം മറികടന്നിട്ടാണ് തിരുമേനി സംസാരിക്കുന്നത്. ആരോടും ഒരു വിദ്വേഷം തിരുമേനിക്കില്ലായിരുന്നു. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എത്ര വിദ്വേഷം, വിമർശനം പറയുന്ന ആളുകളോടും തിരുമേനി സ്നേഹപൂർവ്വം സംസാരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യും. തിരുമേനിയുടെ അവസാന നാളുകളിലാണ് ഈ അത്രൈത
സിദ്ധാന്തം എന്ന് പറഞ്ഞ വലിയ സംഗതി ഉണ്ടാക്കി. അതിന് ഞങ്ങൾ 3-4 പേർക്ക് അയച്ചു തന്നു ഇതിനെക്കുറിച്ച് വിമർശനം പറയാനായിട്ട്. അപ്പം ഞാൻ വളരെ സത്യസന്ധമായിട്ട് തന്നെ തിരുവനി അത് വേദശാസ്ത്രപരമായിട്ട് ഞാനതിനോട് യോജിക്കുന്നില്ല. കാരണം അതൊരു തിയോളജിക്കലി അതൊരു ഓക്വേർഡ് എക്സ്പ്രഷനാണ്. ത്രൈതം അത്രൈതം ദ്വൈതം അദ്വൈതം എന്നുള്ള ഭാഷയിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ നമ്മുടെ തിയോളജിക്കൽ കോൺസെപ്റ്റുമായിട്ട് യോജിക്കുന്നില്ല എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. തിരുമേനിക്ക് എഴുതി കൊടുത്തു. തിരുമേനി എന്നെ ശാസിച്ചില്ല എന്ന് മാത്രമല്ല, എഴുതി കൊടുത്തത് തിരുമേനി അതുപോലെ തന്നെ പള്ളി വ്യത്യാസം കൂടാതെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് എൻ്റെ ഒരു ശിക്ഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സന്തോഷത്തോടെ. അപ്പോൾ ആരുടെയും വിമർശനം സ്വീകരിക്കാനായിട്ട് തിരുമേനി സന്നദ്ധനായിരുന്നു. യാതൊരു അസഹിഷ്ണുതയും എൻ്റെ അടുത്തില്ല. അതിൽ തിരുമേനി എന്തെങ്കിലും പൊതുവായിട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരി ഇവിടെ തിരുമേനി പറയുന്നത് പറയാൻ തുടങ്ങിയാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ തിരുമേനിയെക്കുറിച്ച് പറയാറുണ്ട്. എനിക്ക് അല്പസമയം ഉണ്ട്. ഞാൻ 2-3 കാര്യങ്ങളൊന്ന് പറയണമെന്ന് വിചാരിച്ചു. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ സുവിശേഷത്തെക്കുറിച്ച് ഇവിടെ അധികം എന്തും പറഞ്ഞില്ല. സുവിശേഷം നമ്മൾ വായിക്കാറുണ്ട് അല്ലേ? ആഡംബരപൂർവ്വം സുവിശേഷം വായിക്കാറുണ്ട്. സുവിശേഷം പ്രഖ്യാപിക്കുന്നതിലും ആ സുവിശേഷത്തെ അനുധാവനം ചെയ്യുന്നതിലും അധികമില്ല. പത്രോസ് അദ്ദേഹത്തിൻ്റെ പേരുകാരനാണ്. അദ്ദേഹം സുവിശേഷത്തെ അനുധാവനം ചെയ്ത ആളാണ്. പക്ഷേ ആ പ്രസ്ഥാനം അങ്ങനെ ഓൾമോസ്റ്റ് ഇല്ലാതെയായിപ്പോയി. പശ്ചാത്തലത്തിന് ഈ സുവിശേഷത്തെ അനുധാവനം ചെയ്യുകയും അതാണ് നമ്മുടെ ഏക ബലം, നമ്മുടെ ആശ്രയം എന്ന രീതിയിൽ തിരുമേനി ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമുക്ക് വലിയ അടുത്ത കാലത്തൊക്കെ ആയിട്ട് വലിയ ക്രൈസിസൊക്കെ വന്ന സമയത്ത് കുറേ വർഷങ്ങളായിട്ട് സഭയ്ക്ക് ക്രൈസിസ് ഉണ്ടായപ്പോൾ ഞാൻ തന്നെ എന്നോട് പറയുമായിരുന്നു, ഒന്നുകിൽ നമ്മൾ സുവിശേഷം ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി വേണം. സ്ട്രാറ്റജി എന്ന് പറയുന്ന തന്ത്രമാണ്, നയതന്ത്രമാണ്. അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെ ഒഴുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ സംവിധാനം ചെയ്യുന്നതാണ് തന്ത്രം, നയതന്ത്രം, സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതൊരു മിലിറ്ററി വാക്കാണ്, നിങ്ങൾക്കറിയാമല്ലോ. എങ്ങനെയാണ് സൈന്യത്തെ വിന്യസിക്കേണ്ടത്, എവിടെ നിന്നാണ് ആക്രമണം വരുന്നത്, ഏത് വഴിയിലൂടെ പോയാൽ ശത്രുവിനെ നേരിടാൻ സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ സുവിശേഷം അല്ലെങ്കിൽ സ്ട്രാറ്റജി, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വളരെ സ്വകാര്യമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അടുത്ത കാലത്തെ വികസനം, സഭയുടെ പരിണാമം നോക്കുമ്പോൾ രണ്ടുമില്ലായിരുന്നു. സുവിശേഷവുമില്ല, സ്ട്രാറ്റജിയുമില്ല എന്നുള്ള അവസ്ഥ വന്നത്. ഞാനൊരു ആത്മവിമർശനമായിട്ട് കൂടെ പറയുകയാണ്. എന്നാൽ പുസ്തകത്തിനെ സംബന്ധിച്ച് അത് വളരെ വ്യക്തമായിരുന്നു. സുവിശേഷമുള്ള സ്ട്രാറ്റജി ഒന്നും വിചാരിക്കുന്നത് എനിക്ക് ഒരു സ്ട്രാറ്റജിയും വിചാരിച്ചു. എനിക്ക് ഗ്രാമറില്ല, നിങ്ങൾക്കറിയാം. ഒരുമാതിരി ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഭംഗിയായിട്ട് സംസാരിക്കും, പക്ഷേ അദ്ദേഹത്തിന് ഗ്രാമറൊന്നുമില്ല, ഗ്രാമറിലേക്ക് നോക്കുകയില്ല അദ്ദേഹം. കാരണം ഗ്രാമറിനെ വെല്ലുന്ന, ഗ്രാമറിനപ്പുറത്തേക്ക് പോകുന്ന ഒരു വീര്യം ആ വാക്കുകൾക്കുണ്ടായിരുന്നു. അതാണ് പ്രധാനം. അത് നിങ്ങൾക്കറിയാം, മുഹമ്മദ് ബഷീർ വ്യാകരണമില്ലായിരുന്നു. ആഖ്യയും ആഖ്യാതവും എന്നൊക്കെ പറഞ്ഞ അടിയൊരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പം ഇക്കാര്യത്ത് ആഖ്യയും ആഖ്യാതവും തമ്മിൽ തിരിച്ചറിയുന്നില്ല, അവരെ ഓടിച്ചു. ഇതിൻ്റെ ഒരു ആഖ്യാതം എന്ന് പറഞ്ഞ് അതിനെ ഓടിച്ചു വന്നു. പക്ഷേ ഈ മലയാള ഭാഷയിൽ അതിശക്തമായിട്ടുള്ള രചന നടത്തിയ ആളാണ് മുഹമ്മദ് ബഷീർ. എന്ന് പറഞ്ഞതുപോലെ മലങ്കര സഭയിൽ സുവിശേഷത്തിൻ്റെ വളരെ തീക്ഷ്ണമായ സാർവലൗകികമായ ഒരു വ്യാഖ്യാനം നടത്തിയ ആളാണ് തിരുമേനി. അതിനകത്ത് ഹെർമനോട്ടിക്സ് എന്നോ അല്ലെങ്കിൽ എക്സജീസിസ് എന്നോ സിൻടാക്സ് എന്നോ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തിരുമേനിയുടെ വേദശാസ്ത്ര രചനകൾ ഞാൻ തന്നെ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. ഷമ്മാശനായിരുന്നപ്പോൾ എഴുതിയ രചനകളാണ് കുറേ കൂടി തിയോളജിക്കലി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് എന്ന് ഞാൻ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. മദ്രാജനായി കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിതറിപ്പോകുന്നുണ്ട്. പക്ഷെ അത് സാരമില്ല. തിരുമേനിയുടെ രീതി, തിരുമേനി അതല്ല തിരുമേനി ഉദ്ദേശിക്കുന്നത്.
അതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ്. പക്ഷേ സുവിശേഷത്തെക്കുറിച്ച് എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുകയും എന്നെ അനുകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരാളായിരുന്നു തിരുമേനി. കാരണം ഞാനീ ചെയ്യുന്നത് സുവിശേഷ വിഹിതമല്ലല്ലോ, എൻ്റെ ഈ ഒരു ചിന്താരീതി അത് കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പലപ്പോഴും തിരുമേനിയുടെ പ്രസംഗം കേൾക്കുമ്പോഴും തിരുമേനിയോട് സംസാരിക്കുമ്പോഴും അനുദപിച്ചിട്ടുണ്ട്. ഒരു ആത്മതപനം നടത്താനായിട്ട് തിരുമേനി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് ഞാനിപ്പോഴും പറയുന്നു, സുവിശേഷമല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. നിങ്ങളുടെ വൈദിക വിദ്യാർത്ഥികളാണെന്ന് എനിക്കറിയാം, അച്ഛന്മാരും പത്രാച്ചന്മാരും ബാബാമാരും ഒക്കെ ആകേണ്ടവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചുകൊള്ളുക, നിങ്ങളുടെ ക്രിസ്തീയ സഭയാണെങ്കിൽ, ക്രിസ്ത്യാനികളാണെങ്കിൽ അന്തിമമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമല്ലാതെ നിങ്ങൾക്ക് ഒന്നുമില്ല. അത് നിങ്ങളെ ഇല്ലാതാക്കുന്ന സുവിശേഷമായിരിക്കാം. ചെറിയ ആട്ടിൻകൂട്ടമേ എന്നാണ് സഭയെ കർത്താവ് വിളിച്ചത്. നിങ്ങൾ ഒരുപക്ഷെ ആ ചെറിയ ആട്ടിൻകൂട്ടം തന്നെ 3 2 1 ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമേ ഉള്ളൂ. നമുക്ക് വസ്ത്രത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സംഗതി അതാണ്. രണ്ടാമത്തെ ഒരു സംഗതി, ഈ പുറത്തേക്കൊന്ന് പോകണം, യു ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കൊക്കൂൺ എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരാൾ ഒസ്താദ് തിരുമേനി. അതെന്തിനാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. കാരണം തിരുമേനിക്കത് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ ചരിത്രകാരനൊന്നും ആയിരുന്നില്ല, തിരുമേനിക്ക് ചരിത്രമൊന്നും അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയുന്ന ആളായിരുന്നില്ല. പക്ഷേ ഈ ചരിത്രത്തിലൂടെ നമ്മെ ആവേശിച്ചിരുന്ന ചില ഭൂതങ്ങളെക്കുറിച്ച് തിരുമേനിക്ക് അറിയാമായിരുന്നു. നമ്മൾ ഭൂതാവിഷ്ടരായി, വി ആർ പൊസസ്ഡ് ഓഫ് ഡീമൺസ്. തിരുമേനി ന്യൂ അബൌട്ട് ഇറ്റ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. അതുകൊണ്ടാണ് യു കം ഔട്ട് ഓഫ് ദിസ് ഡിമോണിക് വേൾഡ്, ദിസ് ഡിമോണിക് സർക്കിൾ എന്നുള്ള അർത്ഥത്തിൽ തിരുമേനി എപ്പോഴും പറയുമായി. അതായത് നിങ്ങളെല്ലാവരും തന്നെ മനസ്സിൽ വൈദികനായി ഒരു ഇടവകയിൽ പോവുക എന്നുള്ള സങ്കല്പത്തിലാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം, അത് ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാം. വളരെ ചുരുക്കം പേര് അല്ലാത്തവർ വരും. അവർ മിക്കവാറും സെമിനാരി 4-ാം വർഷമാകുന്നതിന് മുൻപ് വിട്ടുപോവുകയോ അല്ലെങ്കിൽ അവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഉസ്താദ് തിരുമേനി എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, തിരുമേനിക്കൊരു മിഷണറി പാരഡൈം ഉണ്ടായിരുന്നു, മിഷൻ്റെ പാരഡൈം. അതുകൊണ്ട് മിഷൻ എന്ന് പറയുന്ന പുറത്തേക്ക് പോവുക, സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും നമുക്ക് ചില ചെറുതായിട്ടാണെങ്കിലും ചില സെൻറ്റേഴ്സുണ്ട്. ആന്ധ്രയിലാണെങ്കിലും പൂനായിലാണെങ്കിലും പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ. അതാരാ അതിൻ്റെ കാരണക്കാരെന്ന് നിങ്ങൾക്കറിയാം. ഈ ഉസ്താദ് തിരുമേനി ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുകയില്ലായിരുന്നു. എനിക്കറിയാം, നമ്മുടെ കർണാടകത്തിലെ സ്ഥലത്തിൻ്റെ പേരെന്താ, അവിടെ നിങ്ങളവിടെ ചെന്ന് നോക്കണം. HIV ബാധിച്ച കുട്ടികളെയും പറ്റി നോക്കുന്ന സ്ഥലം. അതും അടിസ്ഥാനപരമായിട്ട് ഉസ്താദ് തിരുമേനിയുടെ പ്രചോദനമാണ്. അങ്ങനെ ഇന്ത്യയിൽ നമുക്ക് മിഷൻ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണഭൂതൻ ഈ പിതാവാണ്. അപ്പം അത് പുറത്തേക്ക് പോകണം എന്നുള്ള ആശയമാണ് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത്. ഇത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ വളരെ അന്തർമുഖനായ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആവേശത്തോടു കൂടി പുറത്തു പോകുന്നതിനും ആളുകളെ കാണുന്നതിനുമൊക്കെ എനിക്കെപ്പോഴും ഒരു സ്വാഭാവികമായ മടിയുണ്ടായിരുന്നു. എങ്കിലും അക്കാര്യത്തിലും തിരുമേനിയാണ് എന്നെ സഹായിച്ചതെന്ന് ഞാനിപ്പോഴേ ഓർക്കുന്നു. ഈ 2-3 ലേഖനങ്ങൾ അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ തിരുമേനി എപ്പിസ്കോപ്പൽ സിനോഡസിൻ്റെ അംഗമായതുകൊണ്ട് ഞാനതിവിടെ സൂചിപ്പിക്കുകയാണ്. ആരും അത് ശ്രദ്ധിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ നാഗ്പൂർ സെമിനാരിൽ എല്ലാ വർഷവും പോകുമായിരുന്നു ഒരാഴ്ച പഠിപ്പിക്കാനായിട്ട്. പിന്നെ ഇന്ത്യയിലെ പല സാഹചര്യങ്ങളൊക്കെ അറിയാമായിരുന്നതുകൊണ്ട് പറയുമായിരുന്നു. വലിയ സെമിനാരി, നാഗ്പൂർ സെമിനാരി മിഷൻ സെമിനാരിയായിട്ടാണ് തുടങ്ങിയത്. ഞാനതിൻ്റെ തുടക്കത്തിലായി എല്ലാ ആലോചനാ സമിതിയിലും ഉണ്ടായിരുന്നു. അത് വലിയ മിഷണറി ആയിരുന്ന നമ്മുടെ സഭയ്ക്ക് വലിയ സന്തോഷവും അഭിമാനവും നൽകിയ ജില്ലായിലെ കൽക്കട്ടയിലെ തിരുമേനിയുടെ ഒരു സ്വപ്നമായിരുന്നു മിഷൻ സെമിനാരിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട്
പിന്നെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു കേരളത്തിൽ നിന്നാണ് പിന്നെ അവിടെ ആളുകൾ പഠിക്കാൻ പോയത്. അവരെ മാത്രം അങ്ങനെ അവസാനം അത് ഒരു കോട്ടയത്തെ സെമിനാരിയുടെ ഒരു പുതിയ പതിപ്പായിട്ട് അതങ്ങനെ മാറുകയില്ല. അതിൻ്റെ എല്ലാം പുറകിലുള്ളത് ഈ ഇടവക എന്ന് പറയുന്ന ചെറിയ വട്ടം. ആ വട്ടത്തിൻ്റെ അത്രയും തന്നെ ഇപ്പോൾ കൂടെ കൂടുതൽ കാണുമായിരിക്കും മലങ്കര വട്ടം. ഞാനത് ഇവിടെ തന്നെ പലപ്പോഴും പറഞ്ഞ സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട് ആ വാക്ക്. ഈ മലങ്കര വട്ടമാണ് നമ്മുടെ പ്രയാസം. തിരുമേനി മനസ്സിലാക്കിയത്, തിരുമേനി ആ വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഈ നൂറ്റാണ്ടുകളായിട്ട് ഈ മലങ്കര വട്ടം നമ്മെ ഒരുതരം ആവേശിച്ചിരിക്കുകയാണ്. ഇതൊരുതരം ഒരു പ്രൊസഷൻ പോലെ നമ്മെ നിയന്ത്രിക്കുകയായിരുന്നത്. ഇപ്പോഴും നമ്മളത് സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോയില്ലെങ്കിൽ നമുക്ക് ഭാവിയില്ല. നിങ്ങൾക്ക് ഇടവക കിട്ടും. ഇവിടെ കേരളത്തിലെ ഇടവകളൊക്കെ ഉണ്ട്. ആളുകളൊക്കെ ഒത്തിരി പേര് പോയി. ചെറുപ്പക്കാരാരുമില്ല എങ്കിലും ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളവർ, നിങ്ങളൊക്കെ കുറച്ചുകൂടി പ്രായം കുറഞ്ഞവരും ഒക്കെ ആയിട്ട് കുർബാനയ്ക്ക് കുറച്ച് പേരൊക്കെ വരും നിങ്ങൾ അച്ഛന്മാരായിട്ട് ചെല്ലുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ശമ്പളം കിട്ടും. കാരണം പണമൊക്കെ ഉണ്ടാകും. അതിനെപ്പറ്റി ആരും ഭയപ്പെടുന്ന കാര്യമില്ല. പക്ഷെ ആരെങ്കിലും ഒരാളെങ്കിലും തിരുവനയുടെ അതിൽ നിന്ന് ഒരു തീപ്പൊരി ഏറ്റുവാങ്ങി ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയുകയാണ്. വളരെ ചുരുക്കം പേരെ ചെയ്തിട്ടുണ്ട്. അന്മായക്കാരുടെ കൂടെയുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഐനാംസ് എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളെ എനിക്ക് നല്ലവണ്ണം അറിയാം. എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ ജൂനിയേഴ്സുണ്ട്. അവരൊക്കെ അന്ന് തിരുവഞ്ചി പഠിപ്പിച്ച ആ കാര്യങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് എടുക്കുകയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവർ ത്യാഗപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയും ത്യാഗം നമ്മുടെ അച്ഛന്മാരും കാണിക്കുന്നില്ല എന്നുള്ള ഞാൻ പറയുകയാണ്. അപ്പം അന്മായയുടെ കൂട്ടത്തിൽ തിരുവഞ്ചി നൽകിയ ഒരു പ്രചോദനം അത് വളരെ ശക്തമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ഗോയിങ് ഔട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഞാനൊരു 3 ലേഖനങ്ങളിലായിട്ട് ഞാനൊരു ചില നിർദ്ദേശം വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാനത് എഴുതുകൊണ്ട് പറയുകയാണ്. ഈ സെമിനാരിയുടെ വർഷം ഒന്ന് കുറച്ചാലും കുഴപ്പമില്ല. ഒരു 2 വർഷമെങ്കിലും സെമിനാരിയിൽ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ പല ഭാഗത്തും പോയി 2 പേരായിട്ടും 3 പേരായിട്ടും ഒക്കെ ചില കേന്ദ്രങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്ന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അവർ തന്നെ സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങളിലോ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കണം എന്നിങ്ങനെ ഒരു സൂചന നിർദ്ദേശമായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ എന്താണ് അതിൻ്റെ എന്തുകൊണ്ടാണ് അതിൻ്റെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഈ മലങ്കര വട്ടത്തിൽ നിന്ന് നമ്മൾ വിമോചിതരാകുക, അല്ലെങ്കിൽ നമുക്കുള്ള പ്രയാസം. ഇപ്പോൾ സഭയുടെ ഭാവി എന്ന് പറഞ്ഞാൽ കേസിൻ്റെ ഭാവിയാണ്. അങ്ങനെയാണ് നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല വളർന്നത്. ഞങ്ങൾ കണ്ടത് അങ്ങനെയല്ല. ഫ്യൂച്ചർ ഓഫ് ദ ചർച്ച് ഈസ് എ ഫ്യൂച്ചർ ഓഫ് ലിറ്റിഗേഷൻ എന്നാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം സഭയുടെ ഭാവി എന്ന് പറയുന്നത് കേസിൻ്റെ ഭാവിയല്ല. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കടക്കുകയും പുതിയ സെൻറ്റൻസിൽ ഞാനൊരു കണക്ക് പോലും അതിൻ്റെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 50 പേരെ 2 സെമിനാറുകൾക്കുമായിട്ട് 50 പേരെ നിങ്ങൾ ഓരോ വർഷവും 2 വർഷത്തെ സേവനത്തിന് വിടുക. അപ്പം നിങ്ങൾക്ക് 25 വയസ്സുമായി ഞാൻ കണക്ക് കൂട്ടുന്നത്. പ്രീ സെമിനാരി താത്വികമായിട്ട് ഇല്ലാതായെന്നറിയാം. ഞങ്ങൾ 10-25 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അത് വെറുതെ പറയുകയില്ല, അതിന് ഓൾട്ടർനേറ്റീവ് കൊടുത്തിട്ടുണ്ട്. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് എല്ലാവരും അത് തുടർന്നു. അവസാനം വന്നപ്പോൾ ഇടവകളിലൊക്കെ എന്താ സംഭവിച്ചത്, ഇടവകളില്ല. അച്ഛന്മാർ കൊടുക്കാനായിട്ട് ഒരു പള്ളി 2 കുർബാന 3 കുർബാന ഇങ്ങനെയൊക്കെ ഉള്ള രീതികളിലേക്കൊക്കെ നമ്മൾ പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതല്ല അതിൻ്റെ പരിഹാരം. ഇതിൻ്റെ പരിഹാരം നമ്മുടെ രാജ്യം ഇപ്പോഴും നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്നും എന്തെല്ലാം ചാലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഒരു സർട്ടൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് സ്പേസ് പോകാം. എല്ലാവർക്കും അറിയാം, നമ്മൾ പോയി ആളുകളെ ഇങ്ങനെ മനസ്സാന്തരപ്പെടുത്തിയ മാമോദിസം മുഖ്യ സഭയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും മുകളിൽ വരെ നമ്മുടെ രാജ്യത്ത് അറിയാം. അതല്ല ഇതിൻ്റെ പ്രശ്നം. നേരെ മറിച്ച് നിങ്ങൾക്കൊരു പുതിയ ഭാഷ പഠിക്കാൻ സാധിക്കും. നിങ്ങൾ 2 പേരെ ഏതെങ്കിലും വേറൊരു സ്റ്റേറ്റിൽ പോയി താമസിച്ചാൽ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒരു ഭാഷ പഠിക്കും. ഇവിടെ അങ്ങനെ ഭാഷ പഠിക്കുന്നവർക്ക് ഇരിപ്പുണ്ട് ചിലപ്പോൾ. ആ മനുഷ്യരുടെ സംസ്കാരം എന്താണ്, അവരുടെ ജീവിത രീതി എന്താണ്, അവരുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കുറേ കൂടി ഷാർപ്പാകും
ഡീപ്പൻഡാകും. നിങ്ങളങ്ങനെ 50 പേരെ നിങ്ങൾ പെട്ടെന്നിരിക്കട്ടെ. 2 വർഷം ഞാൻ പറയുന്നത് 25-26 വയസ്സെന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പോൾ നിങ്ങൾ 28-29 വയസ്സ് വരെ നിങ്ങൾക്ക് അങ്ങനെ പ്രവർത്തിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളെ തിരിച്ചു വിളിക്കുക. തിരിച്ചു വിളിച്ചിട്ട് നിങ്ങൾക്ക് പട്ടം തന്ന് ഇടവകളിൽ വിടാൻ പോവുകയാണ്. നിങ്ങൾ 50 പേരെ അയച്ചാൽ എൻ്റെ ഒരു കണക്ക് കൂടലാണ്. ഇങ്ങനെ അല്പം അഡ്വഞ്ചറസായിട്ട് സാഹസികമായിട്ട് മറ്റ് ജനതകളെ കാണാനും സംസ്കാരങ്ങൾ ജീവിക്കാനും അവരുടെ ഭക്ഷണവും വസ്ത്രവും അവിടെ ഇരിക്കുകയാണ്. ഹിമാലയൊക്കെ തിരിച്ചു കുഴപ്പമില്ല, നിങ്ങൾ തിരിക്കണം. ഈ മലങ്കര വട്ടം, അതുകൊണ്ടാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ 50 പേരെ വിളിച്ചാൽ 5 പേര് പറയും, 5 പേരുണ്ട്, 3 പേര് പറയും ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങൾക്ക് കേരളത്തിൽ വന്ന് ഒരു ഇടവകയിൽ പട്ടക്കാരനായി ഇതിനേക്കാൾ നല്ലത് ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊള്ളാം. അത് ഞങ്ങൾ ആരംഭിച്ചതാണിത്. ഞങ്ങൾക്കിവിടെ ഭാഷ അറിയാം, ഞങ്ങൾക്ക് ജനങ്ങളെ അറിയാം, ഞങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയാവുന്ന വി വിൽ കണ്ടിന്യൂ ഹിയർ. ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സഹായം സഭയിൽ തരണം. മറ്റുള്ളവർ കൊടുക്കുന്ന പോലെയുള്ള ശമ്പളമോ അലവൻസ് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ എന്ന് 3 പേര് പറഞ്ഞിരിക്കട്ടെ. ധാരാളം 50 പേരിൽ 3 പേര് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു 10 വർഷം അങ്ങനെ ഒരു സിസ്റ്റം സഭ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര പേരെ കിട്ടും? 10 വർഷമാകുമ്പോഴത്തേക്ക് 30 പേരെ അല്ലേ? 30 പേരെന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡായിട്ട്, അതായത് വെറുതെ പട്ടമേറ്റ് ഇടവകയിൽ പോയി ഇങ്ങനെ റൊട്ടീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് ഭാവനയും ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ആശ്രയവും വെച്ചുകൊണ്ട് 30 പേരെ 10 വർഷം കൊണ്ട് കിട്ടിയാൽ മലങ്കര സഭ ധന്യമാണ്. അപ്പോൾ പിന്നെ 7 പേരെ വേണം, 14 പേരെ വേണം, മദ്രാസന്മാരെന്ന് പറഞ്ഞ് നിങ്ങൾ കമ്മിറ്റിക്കാരെയൊക്കെ ആക്കും. ഒരു പ്രയാസമില്ല. 7 14 15 പേരെ എടുക്കാനായിട്ട് ഒരു പ്രയാസം വരികയും അതിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതിനുവേണ്ടി എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും നമുക്ക് സമർപ്പണ ബോധമുള്ള, ത്യാഗശീലമുള്ള, ദൈവവചനത്തിൽ ആശ്രയമുള്ള ഒരു സംഘം ആളുകളെ മലങ്കര സഭയിൽ കിട്ടും. മറ്റുള്ളവർ മോശമായതുകൊണ്ടല്ല, ഇടവുകളിൽ പോട്ടെ. ഞാൻ ഒത്തിരി ഇടവുകളിൽ വികാരിയായിട്ടും സഹവികാരിയായിട്ടും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇവിടെ പഠിച്ച എൻ്റെ വിദ്യാർത്ഥികളുടെ സഹവികാരിയായിട്ട് ഞാൻ 2 വഴികളിൽ പ്രവർത്തിച്ചത്. ഒരു നാണക്കേടില്ല. പലരോട് ചോദിച്ചു, അച്ഛന് മോശമല്ലേ അച്ഛൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയുടെ അസിസ്റ്റൻ്റായിട്ട്? എനിക്കൊരു മോശമില്ല, ഒരു മോശവും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളൊന്നും ചെയ്യണം. നമ്മൾ വലിയ കുഴപ്പമൊന്നും കൂടാതെ, വലിയ അത്യാർത്ഥിയൊന്നും കാണിക്കാതെ അവരോടൊക്കെ ലോഹ്യമായിട്ടൊക്കെ ഇരുന്നാണല്ലോ. ഇപ്പോഴേ പെരുന്നാൾ വരുന്നത് എല്ലാവർക്കും അറിയാം. കൺവെൻഷൻ നടത്തുന്നത് എങ്ങനെയാണെന്നറിയാം. പള്ളിക്ക് വേണ്ടി അറ്റമിറ്റ പണികൾ എങ്ങനെയാണെന്നറിയാം. പള്ളിയുടെ ജൂബിലി എന്നാണ് വരുന്നത് എല്ലാവർക്കും അറിയാം. നമ്മളെ കൂടെ നിന്നാൽ മതി, അവരെല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. അവരുടെ കൂടെ ചിലപ്പോൾ വീടുകളിലൊക്കെ ഒന്ന് പോകേണ്ടി വരും. വേറെ ഒന്നും ഞാൻ 2 പള്ളികളിൽ ഇങ്ങനെ അനുഭവിച്ചതാണ്. ഭംഗിയായിട്ട് അവർ കാര്യങ്ങൾ നടത്തും. ദൈവം കൊണ്ടിട്ടു. എൻ്റെ ജീവിതം വളരെ സുഖമായിരിക്കും. വാസ്തവത്തിൽ എനിക്ക് ഞായറാഴ്ച ഒരു ചെറിയ പ്രസംഗമൊക്കെ ചെയ്യണം, കുർബാന ചെല്ലണം, മരിച്ച വീടുകളിലൊക്കെ ഒന്ന് പോകണം, കല്യാണ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നത് ചില ആളുകൾക്ക് ദീർഘമായിട്ട് കല്യാണം വീട്ടിൽ പള്ളിച്ചത്തിനും ഇറങ്ങുന്നൊക്കെ പ്രശ്നമില്ല. ഇതായിട്ട് ചെയ്യരുത്. പള്ളിയിൽ പോകുമ്പോൾ ഒരുങ്ങി നിൽക്കുകയാണ്. 2 മിനിറ്റോട് നിങ്ങളുടെ പ്രാർത്ഥന നല്ല രീതിയിൽ വിട്ടുകൊള്ളണം. ഇതൊക്കെ ചെയ്ത് നമ്മളൊക്കെ ജീവിച്ചാൽ മതി. ഇതിൻ്റെ ഒരു അഡ്വഞ്ചറില്ല. നിങ്ങളുടെ മനസ്സ്, ഞാനിത് പറയുന്നതെന്ന് അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം ഭാവനാശേഷിയാണ്. നിങ്ങൾക്ക് സർഗശക്തിയുണ്ട്, ക്രിയേറ്റിവിറ്റിയുണ്ട്, നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ട്. ഇതൊക്കെ പ്രകടിപ്പിക്കണമെങ്കിൽ ഇടവകളിൽ ചെന്നാൽ അത് അധികം നടക്കില്ല. അതുകൊണ്ട് ഇനി എന്താ പറ്റും? ഇടവകയ്ക്ക് ആ പാട് ചെയ്യാമെന്ന് ഈ പള്ളി, പഴയ പള്ളി കഴിഞ്ഞ് പൊളിക്കുക എന്നുള്ളതാണ് അല്ലേ? സന്ദേശപ്പെട്ട പൊളിക്കുക എന്നുള്ളതാണ്. പൊളിച്ച് എല്ലാവരും കൺസ്ട്രക്ഷൻ മാനേജർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും ഇങ്ങനെ അച്ഛന്മാർ സ്ഥിരമായിട്ട് ഓടുകയാണ്. ഭയങ്കര തിരക്കായിട്ട് അവർ എപ്പോഴും സ്കൂട്ടറിലും കാറിലും അച്ഛന്മാരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൺസ്ട്രക്ഷൻ വർക്കാണ്. ഇതെന്തിനാണ്? ഒരു പ്രയോജനമില്ല. കാരണം 1000 പേർക്ക് ഇരിക്കാവുന്ന പള്ളി പണിത് അവിടെ 100 പേര് പോലും പള്ളിക്കകത്ത് ഇല്ല, ഞായറാഴ്ച വരുന്നില്ല. അത് വേറൊരു വശം. അപ്പോൾ ദയവായിട്ട് യു ഫീൽ ദാറ്റ് യു ആർ കോൾഡ് ടു ബി ദി മിനിസ്റ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, മിനിസ്റ്റേഴ്സ് ഓഫ് ദി ചർച്ച്. You should go out with a spirit of adventure. ഈ അഡ്വഞ്ചർ സ്പിരിറ്റ് ഇല്ലാതെ അപ്പോസ്തലന്മാർ അങ്ങനെയാണ്. അപ്പോസ്തലന്മാർ ശ്രീയുടെ കഥ നമ്മളെല്ലാവരും പറയുമല്ലോ. ഇന്ത്യയിൽ പോകാൻ മടിയായിരുന്നു, അവിടെ ബർബരന്മാരായ ആളുകളാണ്, അവരെ പിടിച്ച് തിന്നുകളയും എന്നൊക്കെയുള്ള
സുറിയാനിക്കാർ എഴുതി വെച്ചതാണ് കേട്ടോ. പിൽക്കാർ മെഡീവൽ പീരീഡിൽ സിറിയൻ മാർക്സൊക്കെ എഴുതി വെച്ചതാണ്. പക്ഷേ അഡ്വഞ്ചർ ഉണ്ടായിരുന്നു. ഈ 12 അപ്പോസ്തലന്മാർക്കും സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞാനത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. സുനോദോസം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ സാധ്യതയുമില്ല. ഉടനെ ആരെങ്കിലും ചോദിക്കില്ല, ആരെ പൈസ കൊടുത്ത് കൊടുക്കുക. എൻ്റെ ഭദ്രാസത്തിൻ്റെ ചമ്മാറ്റിനെ കൊണ്ടുവന്നാണ് ഞാനത് എൻ്റെ ഭദ്രാസത്തിനാണ് ഞാൻ കൊടുത്തോളാം, ആരും പൈസ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാ പ്രസ്ഥാനങ്ങളും വിജയിപ്പിച്ച് ആരാന്നറിയാമോ? അച്ഛന്മാരും ഭദ്രാച്ചന്മാരും അല്ല, നമ്മുടെ സാധാരണക്കാരായാലും. ഇതിന് ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ പറഞ്ഞല്ലോ സിന്ധാരിക്ക് വേണ്ടി അല്ല സിന്ധാരിക്ക് വേണ്ടി പണം പിടിക്കാൻ പറയുന്നത്. ഞാനത് നേരിട്ട് കണ്ടതാണ്. ഞാനിവിടെ പ്രിൻസിപ്പാളായിരുന്നു. തിരുവേനി പോയി പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകൾ കൊണ്ട് കൊടുക്കും. ആ ഒരു ക്രെഡിബിലിറ്റിയുണ്ട്, വിശ്വാസ്യത, അതുകൊണ്ട് പ്രധാനപ്പെട്ട സംഗതിയാണ്. തിരുവേനിക്ക് ഒരു കയ്യിൽ റെസിറ്റൊക്കെ കാണും. തിരുവേനിക്ക് കണക്കൊന്നും തന്നെ ഒരു പിടിയില്ല, ഓർമ്മയൊന്നും വന്ന് കാണില്ല കണക്കിന്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പം ആ ഒരു സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഭാവിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഇരുന്ന് ചിന്തിക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് നിങ്ങളെ ഇടവുകൾക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടവുകളെ കുറച്ച് ഞാൻ കാണിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചറും നിങ്ങളുടെ ഡിഗ്രി ഓഫ് ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ഇൻറ്റൻസിറ്റി ഓഫ് ഇമാജിനേഷൻ, ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ്സ് ഗിവൺ ടു യു ബൈ ഗോഡ്. അത് സഭയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വളരെ വളരെ കഷ്ടമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നത്. ഒരു വാക്കും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഈ തിരുമേനി ഈ ഭാവിയെക്കുറിച്ച് പറയുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഭാവിയിലേക്ക് ഓടിക്കരുന്ന മനുഷ്യൻ എന്നുള്ള ഈ ഭാവി സഭയെക്കുറിച്ചുള്ള സഭയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾക്കറിയാമോ? നമ്മുടെ സഭയിൽ ഞാൻ ഈ ഗാനം ചെയ്ത സാക്കാ പാത്രത്തിക് ബാബായോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നേരിട്ട് അതിനോട് വലിയ സ്നേഹവും കാണിക്കുന്നത് അത് പറഞ്ഞിട്ടുണ്ട്. മലങ്കര സഭയിൽ ഈ രണ്ടായി പോകുന്ന മലങ്കര സഭയിൽ അതിൻ്റെ ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെൻ്റെ സ്വന്തം ചില ബന്ധങ്ങളിൽ നിന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, യുവർ ഹോളിനെസ് സുറിയാനി സഭയിൽ അങ്ങനെ ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി യുവർ ഹോളിനെസ് യു മേ ബി പ്രേയിങ്, പക്ഷേ വേറെ ആരെങ്കിലും ഒന്നോ. ഞങ്ങളുടെ സഭയിൽ അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോഴും ആൾക്കാരും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അല്ലേ? നിങ്ങളെ പ്രാർത്ഥിക്കാനല്ല പഠിപ്പിക്കുന്നത്, നിങ്ങളെ വേറെന്തിനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പഠിക്കുകയും പഠിപ്പിച്ച് തുടങ്ങുകയും ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെയല്ല. ഇൻറ്റൻസ് സെൻസ് ഓഫ് പ്രയർ വിത്ത് ടിയേഴ്സ്, പ്രയർ വിത്ത് ടിയേഴ്സ്. അതിങ്ങനെ ഭാവിക്ക് വേണ്ടിയാണ്, സഭയുടെ ഭാവിക്ക് വേണ്ടി, എൻ്റെ ഭാവിക്ക് വേണ്ടിയോ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയോ അല്ലത്. ഫോർ ദി ഫ്യൂച്ചർ ഓഫ് ദി ചർച്ച്. അങ്ങനെ എന്നെ പഠിപ്പിച്ച രണ്ടുപേരെ പ്രത്യേകിച്ച് ദിവസത്തിൽ എടുത്തു പറയുകയാണ്. ഓരോസ്മാർ ഗിരിഗോറിയോസ് തിരുമേനി പശ്ചാത്തലം എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ രണ്ടു പേരുടെ പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവരെപ്പോഴും ഈ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. അത് പൗലോസ് ഗിരിഗോറിയോസ് സഭയുടെ ഭാവിയെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യവർഗത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എപ്പോഴും, അത് പ്രത്യേകിച്ചും ഈ ന്യൂക്ലിയർ ആർമമെൻറ്റിലൊക്കെ വളരെ ശക്തിയായിട്ട് വന്ന സമയത്ത് അതിനെക്കുറിച്ചും, അതുപോലെ ഇൻ്റർനാഷണൽ ഇൻജസ്റ്റിസ്, എക്കണോമിക് ഇൻജസ്റ്റിസിനെ കുറിച്ചും ഒത്തിരിയേറെ കാര്യങ്ങളിൽ തിരുമേനി ആ തലത്തിൽ ഹി വാസ് കോൺസ്റ്റൻ്റ്ലി റിഫ്ലക്റ്റിംഗ് ഓൺ ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, എൻവയൺമെൻറ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നു. തിരുമേനി വേറൊരു തലത്തിലാണ്. തിരുമേനി ഭാവിയെക്കുറിച്ച്, സഭയുടെ ഭാവിയെക്കുറിച്ചും നീതിയുടെ ഭാവിയെക്കുറിച്ചുമൊക്കെ തിരുമേനി സംസാരിക്കുന്നത്. ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ പഠിച്ചതും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഞാനത് പറയുന്നു. നോട്ട് ഞാൻ നൊസ്റ്റാൾജിക് വേ, ബട്ട് ജസ്റ്റ് ടു ഗിവ് യു ദിസ് ഐഡിയ ഇൻ കേസ് സം ഓഫ് യു ആർ ഇൻസ്പയർഡ് ബൈ ദാറ്റ്. അതുകൊണ്ട് എൻ്റെ ഒരു അളവ് പോലെ ഒരാളിൻ്റെ മഹത്വം അളക്കുന്നത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചാൽ, എൻ്റെ ഗുരുക്കന്മാരെ മാത്രമല്ല, മറ്റേ ലോകത്തിൽ പല ഭാഗത്തും ഞാൻ പരിചയപ്പെട്ട ആളുകളും മലയാളികളൊന്നുമല്ല, ഓർത്തഡോക്സുകാരുമല്ല, ക്രിസ്ത്യാനികളുമല്ല, ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ പരിചയപ്പെട്ടപ്പം എൻ്റെ മനസ്സിൽ വരുന്ന ഒരു മാനദണ്ഡം, ഇഫ് യു ആർ റിയലി കൺസേൺ അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്, ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി, then you have a certain degree of greatness in you.
അല്ലാത്ത എല്ലാവരും ഇട്ടാവട്ടത്തിന് വേണ്ടിയാണ്. ഇട്ടാവട്ടത്തിൻ്റെ പ്രശ്നം എൻ്റെ മലയാളത്തിൽ ഞാൻ ഇട്ടാവട്ടം എന്ന് പറയുമ്പോൾ ഈ ഇട്ട എഴുതുക അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ. ഇട്ടാവട്ടം എന്ന് മലയാളത്തിൽ പറയുന്നതാണ്. കാരണം അത് എളുപ്പമാണ്. വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നടുക്ക് നമുക്കിരിക്കാം, നമ്മുടെ കണ്ണ് ചുറ്റുപാടും പോകും, എല്ലാവരും നമ്മളെ നോക്കും. the center of the circle which I drew. ആ സർക്കിൾ ഏറ്റവും ചുരുക്കൊണ്ട് വരാം. വരച്ച് 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 ചെറിയ വട്ടമാക്കാം, വേണമെങ്കിൽ ബിന്ദുവാക്കാം, വലുതാക്കി വരച്ച് 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 ഈ പ്രപഞ്ചത്തോട് വലുതാക്കാനും സാധിക്കും. അതാണ് മിഠായിയുടെ പ്രത്യേകത. അതാണ് you can extend it to the dimensions of the universe, you can reduce it to a mere point. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് liberate yourself from this encircling gloom എന്ന് പണ്ട് നമ്മുടെ ന്യൂമാൻ്റെ പാട്ടിൽ പറയുന്നത് പോലെ നമ്മെ വട്ടത്തിലാക്കുന്ന ഈ അന്ധകാരത്തെ നമ്മൾ ഭേദിക്കണം. ഈ അന്ധകാരത്തിൻ്റെ വൃത്തത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പോകണം, പ്രകാശം തേടി പോകണം. നിങ്ങൾ കൂട്ടുകാരെ ഒരുമിച്ച് അത് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവമായിരുന്നു, കർത്താവിൻ്റെ സ്വഭാവമായിരുന്നു. കർത്താവ് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള സംഗതി ക്വിസ് പ്രോഗ്രാമിൽ പിള്ളേരോട് ചോദിക്കും, വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് വേർഡ്സ് ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യതാണ്. പിള്ളേരെല്ലാം എഴുതും, യേശു കരഞ്ഞു അല്ലേ, അധ്യാപകന് ഫുൾ മാർക്ക് കൊടുക്കും അല്ലേ. ഏറ്റവും വലിയ അബദ്ധമാണ്, മോസ്റ്റ് ഹെറിറ്റിക്കൽ ഓഫ് ദ ക്രിസ്ത്യൻസ് യു ക്യാൻ റൈസ്. കർത്താവ് കരഞ്ഞു. വേദപുസ്തകത്തിലെ അതെന്തൊരു സ്റ്റുപ്പിഡ് ക്വിസ് പ്രോഗ്രാമാണ്. ഇതാണ് വേദപുസ്തക പഠനം. നമ്മുടെ വേദപുസ്തകം നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ പള്ളികളിലൊക്കെ ഞായറാഴ്ച വായനകളായിട്ട് മാത്രം ചുരുക്കിയിട്ടുണ്ട്. MOC ആയിട്ട് ഞാൻ അന്നേ കമ്മിറ്റി തന്നെ പുറത്താക്കിയത്. ആ കമ്മിറ്റിയിൽ കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അധ്യക്ഷനെ ഇഷ്ടപ്പെട്ട് കാണില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഇത് തെറ്റാണ്. വേദപുസ്തകം മുഴുവൻ ഉള്ളപ്പോൾ ഈ പിള്ളേരെ കോളേജിലൊക്കെ സ്കൂളിലും പഠിക്കുന്ന പിള്ളേർ അതൊന്നും മറിച്ചു നോക്കും, എവിടെയാണ് ഈ പുസ്തകം എവിടെയാണെന്നെങ്കിലും മറിച്ചു നോക്കാറുണ്ട് അല്ലേ. അതിൻ്റെ സീക്വൻസ് ഒക്കെ അറിയും. അത് വേണ്ട. പൗലോസ്ലീഹായുടെ ലേഖനവും പത്രോസ്ലീഹയുടെ ലേഖനവും ഒക്കെ റെഡിമെയ്ഡാണ്. അത് അവിടെ തന്നെയാണ്. വേദപുസ്തകം എന്താണ് അവരെ കാണുകയില്ല. അവിടെ വേറെ എന്തൊക്കെ ആയിട്ട് വേദപുസ്തകം ഉണ്ടെന്ന് ചോദിച്ചാലും അവർക്ക് അറിഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു ടീച്ചിങ്ങിൻ്റെ പ്രശ്നം. ഇതാണ് യേശുക്രിസ്തു എല്ലാ ദിവസവും കരഞ്ഞിരുന്നു കേട്ടോ. എല്ലാ രാത്രികളിലും കർത്താവ് കരഞ്ഞിരുന്നു. ശിഷ്യന്മാർ പോലും അത് മനസ്സിലാക്കിയിട്ടില്ല. ഗർസമനയുടെ മാത്രമേ അവരെ വാസ്തവത്തിൽ നേരിട്ട് കാണുന്നു, അവർ കണ്ടിട്ടില്ല. അതിരാവിലെ നിർജ്ജന പ്രദേശത്തേക്ക് സ്ഥലത്തേക്ക് പോയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ രാത്രിയിൽ വിജനമായ പരസ്യത്തിൻ്റെ കുന്നിൻ ചെരുവുകളിലേക്ക് കർത്താവ് പോകുമായിരുന്നു. വല്ല കാട്ടത്തി മരങ്ങളും കാട്ടുതീവും ഒക്കെ ആയിരുന്നു കർത്താവിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവിധാനം എല്ലാ ദിവസവും കഴിഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തു. നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ കല്ലറയ്ക്കൽ കരഞ്ഞു എന്ന് രേഖപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു ജീസസ് വെപ്റ്റ്. അതുകൊണ്ട് ആ റിഡക്ഷൻസിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ ഈ നിങ്ങളുടെ വൃത്തത്തെ നിങ്ങൾ വികസനമാക്കണം. ആ കർത്താവിൻ്റെ കണ്ണുനീരിൽ നമ്മുടെ കണ്ണുനീർ ലയിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സഭയ്ക്കും നമ്മുടെ ക്രിസ്തീയ ദൗത്യത്തിനും ഭാവി ഉണ്ടാവുകയുള്ളൂ. അവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്, കേസിൻ്റെ ഭാവിയല്ല സഭയുടെ ഭാവി. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഈ പശ്ചാത്യ സേനയെ മനുഷ്യനെ ഇൻസ്പയർ ചെയ്യുന്നയാളായി അത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ആ ഇൻസ്പിറേഷൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അറിയാതെ ഇൻസ്പയർഡ് ആകും. ആ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതുല്യമായ ഒരു രഹസ്യമാണ്. കാരണം ഒരു നല്ല കലാകാരനോ നല്ല കവിക്കോ ഒരു പ്രവാചകനോ അറിഞ്ഞുകൂടാ എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ വരുന്നത്. അതിന് ഒത്തിരി സൈക്കോളജിക്കൽ തിയറീസ് ഉണ്ട്. കാരണം സൈക്കോളജി പഠിക്കുമ്പം അതിന് ഒത്തിരി തിയറീസൊക്കെ പറയും. പക്ഷേ at the heart of the matter, you don't know where inspiration
കംസ് ഫ്രം. അതാ ദൈവത്തിൻ്റെ ദാനമാണ്. ബ്രീത്തിങ് എന്നാണ്. ഇൻസ്പിറാറെ എന്ന് ലത്തീൻ ഭാഷയിൽ പറഞ്ഞാൽ ടു ബ്രീത്ത് ഇൻ എന്നാണ്. ശ്വാസം ഉള്ളിലേക്ക് നൽകുക എന്നാണ്. അതാണല്ലോ ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ മണ്ണുകൊണ്ടും മഞ്ഞുണ്ടാക്കിയിട്ട് ആദാമിൻ്റെ മൂക്കിലേക്ക് ദൈവം ഊതി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻസ്പിരേഷൻ. ആ ഇൻസ്പിരേഷൻ നമുക്കെല്ലാം ഉണ്ട്. ആദാമിൻ്റെ മക്കളായ നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ ഇൻസ്പിരേഷൻ കണ്ടെത്തണം. അതൊരു എന്താണ് ഒരു ഉറവ പോലെയാണ്. നമ്മൾ കുത്തി ചെല്ലുമ്പോൾ അതാണ് ഈ എന്താണ് സെൻട്രൽ യൂറോപ്പിലെ ഈസ്റ്റേൺ യൂറോപ്പിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എണ്ണപ്പാടങ്ങളുണ്ട്. റഷ്യയുടെ കണ്ടുകൊണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ വെറുതെ കമ്പെടുത്ത് ഇങ്ങനെ കുത്തിയാൽ ഉടനെ തീജ്വാല വരും. എനിക്ക് അത്ഭുതമാണ് ഇങ്ങനെ തീ പിടിക്കാതിരിക്കുന്നുള്ളതാണ്. നമ്മുടെ മുമ്പ് കണ്ണുമ്പിൽ തീജ്വാല വരും. കാരണം എണ്ണ കൊണ്ട് സോഫ്റ്റായിട്ടുള്ള മണ്ണാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളും വി ആർ സോഫ്റ്റ് ഇൻ ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഇൻ ദ ബ്രെത്ത് ഓഫ് ഗോഡ്. അതുപോലെ പുസ്തകത്തെ സിനിമയിലാണ് നമ്മൾ അടുത്ത കാലത്ത് ഏറ്റവും ശക്തിയായിട്ടത് കണ്ടു. അതുകൊണ്ട് നമ്മളും കണ്ടെത്തണം അതിൻ്റെ ഉറവിടം. നമ്മൾ ഇൻസ്പയർഡ് ആകുന്നതിന് ദൈവത്തിൻ്റെ ഈ ശ്വാസം വീണ്ടും നമ്മിലേക്ക് ശക്തിയോടുകൂടി വരുന്നതിനും അത് മൂലം ഈ ലോകത്തെ ചലിപ്പിക്കുന്നതിനും നമുക്ക് സാധിക്കണം എന്നുകൂടി ഞാൻ എൻ്റെ വലിയ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ താഴ്ത്തങ്ങാടി വെളിച്ചിലാറിൻ്റെ തീരത്ത് ഒരു സൂഫി ഗസൽ സംഗീത സദസ്സിൽ സംബന്ധിച്ചു. 2ാം പ്രാവശ്യമാണ്. 2-3 വർഷം മുമ്പ് വന്നിരുന്നു. ഈ സമീർ എന്നൊക്കെ പറയുന്ന ഒരു മലപ്പുറംകാരാണ്. 2 പേരും അവരുടെ സംഘവുമാണ്. എന്നെ വളരെ അധികം ആനന്ദിപ്പിച്ച ഒരു സംഗതിയായിരുന്നു. വളരെ ആനന്ദിപ്പിച്ചു. എന്നോടൊക്കെ 2 വാക്ക് പറയണമെന്ന് ഞാൻ അവിടെ എഴുന്നേറ്റ് പറഞ്ഞു. ഒരു മരത്തിൻ്റെ ചോട്ടില്ല, വലിയൊരു വാഗമരത്തിൻ്റെ ചോട്ടിൽ വിനച്ചിലാറിൻ്റെ തീരത്ത് അവിടെ വലിയ സൗകര്യമൊന്നുമില്ല ഇരിക്കാനായിട്ട്. അവിടെ ഒത്തിരിയേറെ ആളുകൾ വരികയാണ്. അവിടെ ഈ സമീറിൻ്റെ ചില പാട്ടുകളിൽ അത് അറബിയും ഉറുദുവും മലയാളവും സംസ്കൃതവും നാരായണ ഗുരു വരെയും തെരേസ ആവില് വരെയും ഒക്കെ അദ്ദേഹം ഇങ്ങനെ ഉദ്ധരിക്കുന്നു. ഒരു പാട്ട് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ആരെഴുതാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അവിടെ പാടി 1 പ്രാവശ്യം പാടി. ഈ കൂടയ്ക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കൂടയും കൂടെ നടക്കും പോലെ എന്ന് പറഞ്ഞ് ബാക്കി എനിക്ക് കിട്ടിയില്ല. എന്നെ അദ്ദേഹത്തോട് ചോദിക്കണം ബാക്കി. ഈ കൂട ഉണ്ടല്ലോ, കൂടയ്ക്കകത്ത് കോഴി ഇട്ടിരിക്കുകയാണ്. കോഴി നടക്കുമ്പോൾ ഈ കൂടയും അങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് കൂടയ്ക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കൂടെയും കൂടെ നടക്കുന്നില്ല. അത് കേട്ട് കഴിഞ്ഞ് 4 ദിവസമായി അത് കേട്ടിട്ട്. ഞാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരു വെളിപാട് പോലെയാണ് ഞാൻ ഇതിനെ കരുതുന്നത്. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്യുന്നു, പറയുന്നു, എഴുതുന്നു, നടക്കുന്നു. പക്ഷേ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ ചലിപ്പിക്കുന്നതും എന്നെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നു. എന്നെ ദൃഢമായിട്ട് വിഷയം എന്നെ മാത്രമല്ല എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. When we become aware of the spirit inside us that moves us, that's a different thing. നമ്മുടെ അഹം എന്ന് പറയുന്നത് അല്ല, ഇതാണ് പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. പശ്ചാത്തലത്തിൽ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ നമുക്ക് അയവിറക്കുക മാത്രമല്ല, ആ സാഹസികതയും ആ വിശാല ബോധവും നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം.